അന്വേഷണങ്ങളുടെ അൽഗോരിതത്തിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ നമ്മുടെ ആലോചനാ വിഷയം, അന്വേഷണ വിഷയം, ഗുജറാത്തുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ ചില ആക്രമണ സംഭവങ്ങളെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ഗുജറാത്ത് ഒറ്റപ്പെട്ട ഒന്നല്ല. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ യാദൃച്ഛികമായി പൊട്ടിപ്പുറപ്പെട്ട ഒരു കലാപത്തിൻ്റെ ചുരുക്കെഴുത്തല്ല സത്യത്തിൽ ഗുജറാത്ത് വംശഹത്യ. എന്തുകൊണ്ടെന്നാൽ അടിസ്ഥാനപരമായി അതൊരു കലാപമായിരുന്നില്ല. കലാപത്തിൽ നിന്ന് എത്രയെത്രയോ വ്യത്യസ്തമാണ് വംശഹത്യ എന്ന് പറയുമ്പോൾ ഒരു കലാപത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു എന്നൊരാളും തെറ്റിദ്ധരിക്കുകയില്ല. കലാപം മുറിവുകളാണ്, കുത്തിയൊഴുകുന്ന ചോരയാണ്, പറന്നുപോകുന്ന പ്രാണനാണ്, നഷ്ടപ്പെടുന്ന ജീവിത മൂല്യങ്ങളാണ്. പക്ഷെ അപ്പോഴും പ്രതീക്ഷയുടെ ഒരു കിരണം സൂക്ഷിച്ചു നോക്കിയാൽ അകലെ കാണാൻ കഴിയും. എന്നാൽ വംശഹത്യയെ സംബന്ധിച്ചിടത്തോളം അത് കലാപത്തേക്കാൾ എത്രയെത്രയോ ഭീകരമാണ്. ആ കലാപത്തിൽ നമ്മൾ സാധാരണയായി ഇരകളാക്കപ്പെട്ട മനുഷ്യരുടെ, ഇതുവരെ ഈ എപ്പിസോഡിൽ പറയാൻ ശ്രമിച്ചത് ഇരകളാക്കപ്പെട്ട മനുഷ്യരുടെ, ബിൽക്കിസ് ബാനുവിൻ്റെ, കൗസർ ബാനുവിൻ്റെ, അതുപോലെ തന്നെ സാക്കിയ ജാഫ്രിയുടെ, ഇഹ്സാൻ ജാഫ്രിയുടെ, അവരുടെയൊക്കെ അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ ശ്രമിച്ചത്. അതോടൊപ്പം ഈ അനുഭവങ്ങളെ സമകാലീന ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വിമോചിപ്പിക്കാനും പരിമിതമായ തോതിൽ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം അതിൻ്റെ തുടർച്ചയായിരിക്കെ തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പുസ്തകമാണ്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ 2 പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിലൊരു പുസ്തകത്തിലെ ഒരു ഭാഗം വായിച്ചുകൊണ്ടാണ്. ആ പുസ്തകത്തിൻ്റെ പേര് വെറുപ്പിൻ്റെ ശരീരശാസ്ത്രം, അനാട്ടമി ഓഫ് ഹെയ്റ്റ്. ഈ പുസ്തകത്തിൻ്റെ പേര് കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു. വീണ്ടും അത് ആവർത്തിക്കുകയാണ്. കാരണം ഇതുവരെയുള്ള പഠനങ്ങൾ മുഴുവനും ഇരകളുടെ അനുഭവങ്ങൾ അടയാളപ്പെടുത്താനാണ് നിരന്തരം ശ്രമിച്ചു പോന്നിട്ടുള്ളത്. ഞങ്ങൾ ഗുജറാത്ത് സന്ദർശിച്ചപ്പോൾ ഞങ്ങളും ശ്രമിച്ചത് ഈ വംശഹത്യക്ക് വിധേയരായ ഇരകളുടെ വിവരണ വിധേയമല്ലാത്ത സങ്കടങ്ങളും സംഘർഷങ്ങളും കേൾക്കാനും അവരോട് ഐക്യപ്പെടാനും അതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള ഊർജമുൽപ്പാദിപ്പിക്കാനും ഇനിയൊരിക്കലും ഒരു ഗുജറാത്ത് ഒരിടത്തും ആവർത്തിക്കരുത് എന്ന ജനായത്തത്തിൻ്റെ ഒരു നിർബന്ധിതമായ കാഴ്ചപ്പാടിൽ നിവർന്നു നിൽക്കുകയാണ് അന്ന് ഞങ്ങളൊക്കെ ചെയ്തതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രശസ്ത മാധ്യമ പ്രവർത്തക രേവതി ലോൾ ഇരകളോട് എത്രയോ കാലമായല്ലോ സംസാരിക്കുന്നത്, ഇനി വേട്ടക്കാരോട് സംസാരിക്കാം, അവർക്കെന്താണ് പറയാനുള്ളത്? സമാനതകളില്ലാത്ത ഇത്തരം ഒരു ഭീകരാവസ്ഥയിലേക്ക് അവരെത്തിപ്പെട്ടതെങ്ങനെയാണ്? ഇപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ, അതൊക്കെ വിശദമായി തന്നെ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ ഈ പുസ്തകവും അത്രമാത്രം വിശദമായി വേട്ടക്കാരുടെ വംശഹത്യയോടുള്ള പിൽക്കാല കാഴ്ചപ്പാടുകൾ അടയാളപ്പെടുത്തുന്നില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് ക്ലേശകരമായ, വളരെ പ്രയാസമുള്ള ഒരു ഗവേഷണ പ്രവർത്തനം ആവശ്യപ്പെടുന്നതാണ്. എങ്കിലും രേവതി ലോളിൻ്റെ പുസ്തകം, മലയാളത്തിൽ അത് വിവർത്തനം ചെയ്തിരിക്കുന്നത് പ്രശസ്ത പത്രപ്രവർത്തകനായ ശ്രീജിത്ത് ദിവാകരനാണ്. ഈ പുസ്തകം പ്രസാധനം നടത്തിയിട്ടുള്ളത് ചിന്ത പബ്ലിഷേഴ്സാണ്. ഞാൻ ഇത്രയും പുസ്തകത്തെപ്പറ്റി പറയുന്നത്, ഇതുവരെ ഇരകളായിരുന്നു സംസാരിച്ചിരുന്നത്, ഈ പുസ്തകത്തിൽ വേട്ടക്കാർ സംസാരിക്കുകയാണ്. അങ്ങനെ വേട്ടക്കാർ സംസാരിക്കുമ്പോഴും അനിവാര്യമായും അതിൽ ഇരകൾ കടന്നു വരും. ഈ പുസ്തകം മുഴുവൻ അവതരിപ്പിക്കുവാൻ ഈ ഒരു ചെറിയ എപ്പിസോഡിൽ പ്രയാസമാണ്. അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇതിലേതെങ്കിലും ഒരു അനുഭവം, നേരത്തെ തന്നെ ബാബു ബജ്രംഗിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാബു ബജ്രംഗിയുടെ വിവരണം ഈ പുസ്തകത്തിലും കടന്നു വരുന്നുണ്ട്. അതിന് പകരം ജയ് ഭവാനി അബ്ദുൾ മജീദിനെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എപ്രകാരമാണ് കൊലപ്പെടുത്തിയത്? ജയ് ഭവാനി
എന്ന് പറയുമ്പോൾ, കൊല്ലപ്പെട്ട അബ്ദുൾ മജീദിൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ അവർ വളരെ പരിചിതരാണ്, അയൽക്കാരാണ്, സുഹൃത്തുക്കളാണ്. അവിടെയാണ് നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്നത്. സാധാരണ നാം പറയുന്നത് അപരിചിതത്വത്തെ അതിജീവിച്ചാൽ അപരവൽക്കരണത്തെ ഒരു പരിധിവരെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അങ്ങനെ പരിചിതത്വത്തിൻ്റെ ലോകത്തിൽ നിന്ന് സൗഹൃദത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിച്ചാലോ പിന്നെ നമുക്ക് ഏതു തരത്തിലുള്ള വംശഹത്യയെയും തടയുന്ന പരിചയമായിട്ട് ആ സൗഹൃദം മാറും എന്നാണ് പൊതുവിൽ നാം പ്രതീക്ഷിക്കാറ്. പക്ഷേ ഇതിനൊക്കെ അപവാദമായി ഗുജറാത്ത് മാറുകയുണ്ടായി എന്നതാണ് രേവതി ലോളിൻ്റെ പുസ്തകവും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ രേവതി ലോളിൻ്റെ പുസ്തകം ഒന്ന് കാണിച്ച് അതിൽ നിന്ന് ഒരു പാരഗ്രാഫ് വായിച്ച് ഈ എപ്പിസോഡ് ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം രേവതി ലോളിൻ്റെ പുസ്തകത്തിന് അനുബന്ധമായിട്ട് അതിൻ്റെ ഒരു സൈദ്ധാന്തിക വിശകലനത്തിൻ്റെ ഭാഗമായിട്ട് എറിക് ഫ്രോമിൻ്റെ ദ അനാട്ടമി ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന പുസ്തകം, ഈ രണ്ട് പുസ്തകങ്ങളും തമ്മിൽ പേരിൽ തന്നെ ഒരു ചെറിയ സാമ്യമുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ഞാൻ കൂടുതൽ വിവരണങ്ങൾ ഒഴിവാക്കി ഈ പുസ്തകത്തിലെ ഒരു ഭാഗം, ഈ പുസ്തകത്തിൻ്റെ തുടക്കം തന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. ആ വായനയിലൂടെ ഗുജറാത്തിലെ വംശഹത്യയുടെ നമുക്ക് വിവരണത്തിൽ വഴിക്ക് പോവാനിടയുള്ള ഒരു ലോകത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ. വീണ്ടും പുസ്തകത്തിൻ്റെ പേര്, ആ പുസ്തകം ഞാനൊന്ന് ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെക്കുന്നു. അതോടൊപ്പം രേവതി ലോളിനെയും. ഇനി ഈ പുസ്തകത്തിൻ്റെ തുടക്കം, ഇതിൻ്റെ പ്രസാധകക്കുറിപ്പ്, രേവതി ലോളിൻ്റെ മുഖവുര, ഇത്രയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. വിവർത്തകൻ്റെ കുറിപ്പ് അതും പറയുന്നില്ല. പിന്നെ തുടങ്ങുന്നത് 28-ാം തീയതി. അത് കഴിഞ്ഞ് 1 ആ ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. ലോകം മുഴുവൻ തകർന്ന് തരിപ്പണമാവാൻ പോവുകയാണ് എന്നതിൻ്റെ സൂചനകൾ പലതും അബ്ദുൾ മജീദിന് ലഭിച്ചിരുന്നുവെങ്കിലും കിച്ചടിയാണ് അത് പൂർണ്ണമായും ഉറപ്പിച്ചത്. സത്യത്തിൽ ഈ ഒരു വാക്യം കേട്ടാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അഥവാ വല്ലതും മനസ്സിലാവുകയാണെങ്കിൽ ലോകം മുഴുവൻ തകർന്നു പോവുകയാണ്. അതൊരു ഭയത്തിൻ്റെ, നമുക്കറിയാം ഒരു സംസ്ഥാനത്തിലെ വംശഹത്യയാണ്. പക്ഷേ ആ വംശഹത്യക്ക് വിധേയരാകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകം മുഴുവനുമാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത്. അവരുടെ സ്വപ്നങ്ങൾ മുഴുവനുമാണ് കത്തിക്കരിഞ്ഞു പോകുന്നത്. വ്യക്തമാണ്. എന്നാൽ കിച്ചടിക്ക് ഇതിലെന്ത് കാര്യം? അത് വ്യക്തമാവണമെങ്കിൽ അടുത്ത ഭാഗം വായിക്കണം. അദ്ദേഹം പറയുന്നുണ്ട്, 2002 ഫെബ്രുവരി 28 ഉച്ചതിരിഞ്ഞ നേരമായിരുന്നു അത്. ഒരു വൻ ജനക്കൂട്ടം നരോദുപാട്യെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരു വീടിൻ്റെ മുകളിൽ ഒളിച്ചിരിക്കുമ്പോഴാണ് ജയ് ഭവാനി അവനെ കണ്ടുപിടിച്ച് സംസാരിക്കാൻ വന്നത്. ഒരുപക്ഷെ ബാബു ബജ്രംഗിയാണ് എമ്പുരാൻ സിനിമയിലൂടെയും ഭീകരതയുടെ ഒരു ഫാസിസ്റ്റ് മാതൃകയായി വളർന്നതുകൊണ്ട് ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള ആലോചനക്കിടയിൽ ഏറെ പരിചിതൻ. എന്നാൽ മറ്റൊരു ഭീകരനെയാണ് രേവതി ലോൾ പരിചയപ്പെടുത്തുന്നത്, ജയ് ഭവാനി. ജയ് ഭവാനിയും അബ്ദുൾ മജീദും അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നവർ, സുപരിചിതർ, പരസ്പരം ഭക്ഷണം പങ്കുവെക്കുന്നവർ, എന്തൊക്കെയാണോ ജനായത്തം ആവശ്യപ്പെടുന്നത് അതൊക്കെ ചെയ്തു പോന്നിരുന്നവർ. പക്ഷെ പെട്ടെന്ന് വംശഹത്യയിലേക്ക് കാര്യങ്ങൾ വഴുക്കിയപ്പോൾ സൗഹൃദം ഉൾപ്പെടെ എല്ലാം പ്രതിസന്ധിയിലാവുന്നതാണ് നാം കാണുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ സംഭവിക്കാറില്ല. പക്ഷേ സാധാരണഗതിയിലുള്ള വിശകലനങ്ങളെയൊക്കെ അട്ടിമറിക്കുന്നതാണ് ഗുജറാത്തിൻ്റെ സാമൂഹ്യശാസ്ത്രം. അത് നേരത്തെ ഒരു സൂചന നൽകിയിരുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ, ഈ ഭാഗത്ത് ഏറ്റവും നമ്മെ നടുക്കുന്ന ഒന്നായിട്ട് കിച്ചടി മാറുകയാണ്. ഒരു ഭക്ഷണ പദാർത്ഥം
നമുക്കറിയാം ഇന്ത്യൻ ഫാസിസം ബീഫിനെ കൊലക്കുള്ള ഒരു അസംസ്കൃത പദാർത്ഥമാക്കി ഒരു പ്രകോപന വസ്തുവാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ കിച്ചടി ഇതുവരെ ആ അർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. പക്ഷേ ഇവിടെ പറയുന്നത് 2002 ഫെബ്രുവരി 28 ഉച്ചതിരിഞ്ഞ നേരമായിരുന്നു അത്. ഒരു വൻ ജനക്കൂട്ടം നരോത്പാട്യ വളഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരു വീടിൻ്റെ മുകളിൽ ഒളിച്ചിരിക്കുമ്പോഴാണ് ജയ്ഭവാനി അവനെ കണ്ടുപിടിച്ച് സംസാരിക്കാൻ വന്നത്. മജീദ് ബായ്, അവൻ പറഞ്ഞു, നിങ്ങളാരും രാവിലെ മുതൽ ഒന്നും കഴിച്ചു കാണില്ലല്ലോ. താഴെ ഇറങ്ങി വന്ന് നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് കറിയുണ്ടാക്കുന്ന വലിയ പാത്രങ്ങൾ എടുത്തിട്ട് വാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ല തൈരിൻ്റെ കിച്ചടി ഉണ്ടാക്കി തരാം. തൈരിൻ്റെ കിച്ചടിയോ? തൈരിൻ്റെ കിച്ചടി? ചാടി എണീറ്റ് മജീദ് ചോദിച്ചു. അത് ശവമടക്കിനല്ലേ ഉണ്ടാക്കുക? അവൻ അപ്പോഴേക്കും പെട്ടെന്ന് ഉടലാകെ വിറയ്ക്കുന്നൊരു പേടി തോന്നി. അതേ, ജയ്ഭവാനി പറഞ്ഞു, നീയെല്ലാം ചാവാൻ പോവുകയാണ്. ബാക്കി ഞാൻ വായിക്കുന്നില്ല. നീയെല്ലാം ചാവാൻ പോവുകയാണ്. ഈ ഒരൊറ്റ വാക്യം രേവതിലോൾ അതിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ജയ്ഭവാനി എന്ന ഫാസിസ്റ്റ് ഭീകരനെയാണ്. അടുത്ത സുഹൃത്തിനെ മജീദ് ബായ് എന്നാണ് വിളിക്കുന്നത്. ആ വിളി കേൾക്കുമ്പോൾ ഒളിച്ചിരിക്കുകയായിരുന്ന മജീദിന് ഉണ്ടായിട്ടുള്ള ഒരാശ്വാസം നമുക്ക് ഊഹിക്കാനാവില്ല. കാരണം ഒരു പ്രതിസന്ധിയുടെ സമയത്ത് സഹായത്തിൻ്റെ ഭാഗമായിട്ട് ബായ് എന്ന വിളി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആശ്വാസം. പക്ഷെ അടുത്ത വാചകം സാഹോദര്യത്തിന്, സൗഹൃദത്തിന് മുറിവേൽപ്പിക്കുന്നതായിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് രേവതിലോളിൻ്റെ പുസ്തകം ജയ്ഭവാനി ഉൾപ്പെടെയുള്ള, ബാബു ബജ്രംഗി ഉൾപ്പെടെയുള്ള, സുരേഷ് ഉൾപ്പെടെയുള്ള നിരവധി വംശഹത്യാ ഭീകരരുടെ മാനസികാവസ്ഥയിലേക്കാണ്, അവരെങ്ങനെ ഇങ്ങനെ മാറിപ്പോയി എന്നതിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. വർത്തമാനകാലത്ത് ഒരു കിച്ചടി എപ്രകാരമാണ് ഒരു ജനതയെ ഭയപ്പെടുത്തുന്ന ഒരു ഭക്ഷണ പദാർത്ഥമായി തീർന്നെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പറഞ്ഞു വരുന്നത് ഗുജറാത്ത് വൈറസ് എന്ന് പറയുന്നത് ഗുജറാത്തിൽ മാത്രമല്ല, അത് ഗുജറാത്തിൽ നിന്ന് ഇന്ത്യയുടെ പല ഭാഗത്തിലേക്ക്, അതല്ലെങ്കിൽ ഫാസിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ പല ഭാഗത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. അവിടെ സൗഹൃദത്തിനൊരു സ്ഥാനവുമില്ല. നമ്മൾ ഈ 2002 വംശഹത്യയെക്കുറിച്ച് പറയുമ്പോൾ അതിനൊക്കെ എത്രയോ മുമ്പ് ഒരുപക്ഷെ ഈ പുസ്തകത്തോട് ചേർത്ത് വെക്കാവുന്നതാണ് സുധീഷ് മിന്നിയുടെ നരകസാകേതത്തിൻ്റെ ഉള്ളറകൾ എന്ന പുസ്തകം. ഏകദേശം 1/4 നൂറ്റാണ്ട് കാലത്തോളം RSS പ്രചാരകനായി പ്രവർത്തിച്ച് ഒടുവിൽ കുറ്റബോധം തോന്നി അതിൽ നിന്നും വിട്ടുപോന്ന മലയാളിയായ സുധീഷ് മിന്നി എഴുതിയ പുസ്തകമാണ് നരകസാകേതത്തിലെ ഉള്ളറകൾ. ആ പുസ്തകത്തിലൊരു സംഭവമുണ്ട്, അത് ഞാൻ ഇതിനോട് ചേർത്ത് വെക്കുകയാണ്. അതും പരിചിതർ തമ്മിലാണ്. അതിനേക്കാൾ അതിനാഴമുണ്ട്. കാരണം ഒരു സ്കൂളിൽ ഒരു ബെഞ്ചിൽ ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന 2 കുട്ടികൾ, ഒരാൾ സുധീഷ് മിന്നി തന്നെയാണ്, മറ്റേ ആ കുട്ടിയുടെ പേര് ഫൈസൽ. ആയിത്തറ മമ്പറം സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളായി സുധീഷ് മിന്നി ഓർത്തെടുക്കുകയാണ് തൻ്റെ വിദ്യാഭ്യാസകാലം. ആ സമയത്ത് ഫൈസൽ എന്ന മുസ്ലിം വിദ്യാർത്ഥിയെ താനൊരു സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത് ഒരു കുറ്റബോധത്തോടെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം RSS ശാഖ വിട്ട് പുറത്തു വന്ന കാലത്ത് എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം അനുസ്മരിക്കുന്നു. എന്താണ് ഫൈസലിൻ്റെ തലക്ക് സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് അടിക്കാൻ കാരണം എന്നുള്ളതിന് അവർ തമ്മിൽ ഒരു തെറ്റും ഉണ്ടായിട്ടില്ല, തർക്കം ഉണ്ടായിട്ടില്ല, കളിയിലടഞ്ഞിട്ടില്ല. പാക്ക് ചാരൻ ഫൈസൽ, പാക്ക് ചാരൻ. 6ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ മനസ്സിൽ പോലും
അതും ഈ കേരളത്തിൽ പോലും ഇത്ര കൊടിയ വിഷം ഉണ്ടാക്കി തീർക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നത് ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു ഉത്തരം സുധീഷ് മിനി തൻ്റെ പുസ്തകത്തിൽ നൽകുന്നുണ്ട്. 4 വയസ്സ് മുതൽ അമ്മ എന്നെ എടുത്തിട്ടാണ് ശാഖയിലേക്ക് കൊണ്ടുപോയിരുന്നത്. അവിടെ കേട്ട കഥകൾ അതൊക്കെയാണ് എന്നെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഒരുപക്ഷെ അന്വേഷണത്തിൻ്റെ ഈ അൽഗോരിതം എന്ന ഈ ആലോചന വിഷയത്തിൽ അന്ന് കേട്ട കഥകൾ എന്ന് സുധീഷ് മിന്നി പറഞ്ഞത് ഇന്ന് പാഠപുസ്തകത്തിലേക്ക് കടന്നു വന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മളെ ജനാധിപത്യവാദികളെ ഏറെ ഭയസംഭ്രാന്തരാക്കേണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. കിച്ചടിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ വലിയൊരു വിവാദമുണ്ടായ കോടതിയുടെ ഇടപെടൽ നിമിത്തം പിൻവലിക്കേണ്ടി വന്ന ബാബ രാംദേവിൻ്റെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്ത് ചെയ്യണമെന്നറിയാതെ പലതരം ജിഹാദുകളെക്കുറിച്ച് കേട്ട കൂട്ടത്തിൽ ബാബ രാംദേവ് ഒരു പുതിയ ജിഹാദ് കൂടി രൂപപ്പെടുത്തി, സർബത്ത് ജിഹാദ്. ലോകത്തിൽ ഒരിടത്തും സർബത്തിൻ്റെ പേരിൽ സംഘർഷം, സംഘട്ടനം ബാബ രാംദേവിനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പ്രധാനമായും ഒരു പരസ്യത്തിലാണ്. അന്ന് സത്യത്തിൽ ചിരിക്കണോ കരയണോ എന്ന കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ചിരിച്ചു പോകാനുണ്ടായത്. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ യോഗാഭ്യാസത്തിൻ്റെ പരസ്യമായി അദ്ദേഹം തൻ്റെ വയറൊട്ടിച്ച് നിൽക്കുന്ന ഒരു ദൃശ്യമാണ് സ്ക്രീനിൽ തെളിഞ്ഞത്. എത്രയോ കാലത്തെ യോഗാഭ്യാസത്തിൻ്റെ ഭാഗമായി ബാബ രാംദേവിനുണ്ടായ ആ കഴിവ് ഒരു യോഗാഭ്യാസവും നിർവഹിക്കാതെ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന കോടിക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടത്ര ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതാണ്. അതുകൊണ്ട് അന്ന് എനിക്ക് സംഭ്രമം ഉണ്ടായില്ല. എനിക്ക് നല്ലൊരു കോമഡി കണ്ട ഫീലിംഗ് ആണ് ഉണ്ടായത്. എന്നാൽ ഇത്തവണ അദ്ദേഹം ഞെട്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഹംദർദ് ദവാഖാനയുടെ റൂഹ് ഹഫ്സ എന്ന് പറയുന്ന സർബത്ത്, ആ സർബത്ത് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ അത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കും. ആ സർബത്തിൻ്റെ പണം കൊണ്ട് നാട്ടിൽ മദ്രസകളും പള്ളികളുമാണ് ഉണ്ടാക്കുന്നത്. അവിടെ നിന്ന് ഉയർന്നു വരാൻ പോകുന്നത് ഭീകരരാണ്. അതുകൊണ്ട് ഈ സർബത്ത് കുടിച്ചാൽ അത് രാജ്യദ്രോഹപരമാകും. നിങ്ങൾ കുടിക്കേണ്ടത് ബാബ രാംദേവ് തയ്യാറാക്കുന്ന ഗുലാബ് സർബത്താണ്. ഇന്ത്യയിൽ പലതരത്തിലുള്ള കോമാളിത്തരങ്ങൾ സങ്കുചിതത്വത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ വിധമുള്ള ഒരു സർബത്ത് കോമാളിത്തം മലയാള സാഹിത്യം എന്തിനാണ് ഇനിയും കാത്തു നിൽക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ബാബ രാംദേവ് തന്നെ മലയാള സാഹിത്യത്തിൻ്റെ ഒരു തലക്കെട്ടായിട്ട്, ഒരു വിഷയമായിട്ട് മാറാത്തത്? അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കോടതിയുടെ ഇടപെടൽ നിമിത്തം വീഡിയോ പിൻവലിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ബാബ രാംദേവിൻ്റെ അനുയായികൾ കേരളത്തിലുമുണ്ട് എന്ന് നമ്മൾ ഒരു നടുക്കത്തോടെ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ, സംഘപരിവാർ ദൈക്ഷണികൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ തെരുവുകളിലൂടെ നടന്നു പോകുമ്പോൾ ശ്മശാനത്തിൻ്റെ സമീപത്തിലൂടെ കടന്നു പോകുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു ഭക്ഷണ പദാർത്ഥത്തിൻ്റെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞു. എല്ലാവരും കേട്ടതാണ്. കേരളം ആ റീൽ കണ്ടതാണ്. മാധ്യമങ്ങളിലൊക്കെ ആ വാർത്ത അച്ചടിച്ച് വന്നതാണ്. പക്ഷേ നമുക്ക് പറയത്തക്ക ഒരു തരത്തിലുള്ള നടുക്കവും ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്തായിരിക്കാം? അദ്ദേഹം പറഞ്ഞത് ഷവർമയെക്കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞു ഇത് ശവവർമ്മയാണ്. അതായത് യൂസുഫും ആയിഷയും ജോസഫും അവർക്കിത് കഴിച്ചിട്ട് ഒന്നും പറ്റുന്നില്ല. എന്നാൽ വർമ്മ കഴിച്ചിട്ട്
വർമ്മ ഇല്ലാതാവുന്നു, ഹിന്ദു ഇല്ലാതാവുന്നു. ഒരു ഭക്ഷണ പദാർത്ഥത്തെ പോലും ഇത്രമേൽ അപഹാസ്യമായിട്ട് വളരെ പ്രബുദ്ധമെന്ന് പറയുന്ന കേരളത്തിൽ ഒരു ധൈഷണികൻ, ഒരു പത്രപ്രവർത്തകൻ അവതരിപ്പിക്കുമ്പോൾ ഏതു തരത്തിലുള്ള അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്നവരായാലും ആ ഒരു എക്സ്റ്റൻറ്റിലേക്ക് പോവല്ലേ പ്രിയപ്പെട്ടവനെ എന്ന് പറയാൻ കഴിയാതെ പോയതോർത്ത് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ദുഃഖം തോന്നുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഞാൻ വേദി പങ്കിട്ടിരുന്നു. അദ്ദേഹം മോഡറേറ്ററായിരുന്നു. അന്നെല്ലാം അദ്ദേഹം പുലർത്തിയ ഒരു പക്വത, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഈ രീതിയിൽ അദ്ദേഹം സംസാരിക്കാൻ ഇടയായതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഇവിടെ വർമ്മയെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ജാതി മേൽക്കോയ്മയെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് മാംസഭക്ഷണം എന്നുള്ളത്. അവിടെയാണ് മലയാളത്തിലെ ഒരു വാക്ക്, ഇതേക്കുറിച്ച് മുമ്പൊരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്, സാംസ്കാരിക വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആവർത്തിക്കേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു, പിശാജ് എന്ന വാക്ക്. ആ വാക്കിൻ്റെ അർത്ഥം പരിശോധിച്ചാൽ ശബ്ദധാരാവലി പറയുന്നത് മാംസം ഭക്ഷിക്കുന്നവർ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോരുത്തരും അവരവർക്ക് സൗകര്യപ്പെട്ട വിശ്വാസത്തിനനുസരിച്ച, അഭിരുചിക്കനുസരിച്ച, സാമ്പത്തിക ശേഷിക്കനുസരിച്ച, ലഭ്യതക്കനുസരിച്ചുള്ള, ആരോഗ്യത്തിനനുസരിച്ചുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ മാംസഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ജനസമൂഹത്തെ ആകെ പിശാചുക്കൾ എന്ന് വിളിക്കുന്ന ഒരു മാനസികാവസ്ഥ. ഇത്രയും പറയാനിടയാക്കിയത് രേവതി ലോളിൻ്റെ വെറുപ്പിൻ്റെ ശരീരശാസ്ത്രം എന്ന പുസ്തകത്തിൽ പറയുന്ന ആ കിച്ചടി, തൈര് കിച്ചടി, അത് ഒരു പ്രത്യേക രീതിയിലാണ് ജയ് ഭവാനി അബ്ദുൾ മജീദിനോട് പറയുന്നത്. ഞാൻ തൈര് കിച്ചടി വിടുന്നു, പക്ഷേ അബ്ദുൾ മജീദിനോട് മജീദ് ബായ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു അപകടഘട്ടത്തിൽ സഹായമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്ന അയൽക്കാരനായ ജയ് ഭവാനിയുടെ ആ ഭാഷയിൽ അതുതന്നെയാണ് പല രീതിയിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരേണ്ടത്. ആ പുസ്തകത്തിൻ്റെ പേര് നേരത്തെ വ്യക്തമാക്കിയതാണ്, എങ്കിലും സൂചിപ്പിക്കുന്നു, ദ അനാട്ടമി ഓഫ് ഡിസ്ട്രക്ഷൻ. എറിക് ഫ്രോമിൻ്റെ പുസ്തകമാണ്. നിയോ ഫ്രോയിഡിയൻ എന്ന് വിളിക്കാവുന്ന എറിക് ഫ്രോം ഫാസിസ്റ്റ് കാലത്തെ അടയാളപ്പെടുത്തുന്ന നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എസ്കേപ്പ് ഫ്രം ഫ്രീഡം, സെയിൻ സൊസൈറ്റി, പല പുസ്തകങ്ങൾ. അതിൽ ഒരു പുസ്തകമാണ്, ഈ പുസ്തകത്തിൽ അദ്ദേഹം നമ്മുടെ ക്യാരക്ടർ, സ്വഭാവത്തെ പ്രൊഡക്റ്റീവ്, നോൺ പ്രൊഡക്റ്റീവ്, അതോടൊപ്പം തന്നെ നെക്രോഫിലിക്, അതിൽ മൂന്നാമത് പറഞ്ഞതിനെ ഗുജറാത്ത് വംശഹത്യയുടെയും വർത്തമാനകാല ഇന്ത്യൻ അവസ്ഥയുടെയും പശ്ചാത്തലത്തിൽ സംക്ഷിപ്തമായി ആലോചിക്കാനാണ് ഇനി ഞാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രയോഗമാണ് ബയോഫീലിക്. ബയോഫീലിക് എന്ന് പറയുമ്പോൾ ജീവിതത്തെ വളർത്തുന്ന, ജനായത്ത മതനിരപേക്ഷ മാനവിക മൂല്യങ്ങളുടെ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്കും എനിക്കും സകലമാന മനുഷ്യർക്കും ഊർജം നൽകുന്ന ഒരു മൂല്യവ്യവസ്ഥയാണ്, ജീവിതവാഞ്ചയുടെ ആകത്തുകയാണ്. മലയാളത്തിൻ്റെ അഭിമാനമായ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ എന്താണ് നന്മ എന്ന ചോദ്യത്തിന് ഉത്തരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നിരവധി കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മുള്ള് കണ്ടാൽ അതെടുത്ത് മാറ്റലാണ് നന്മ.
അത് ബയോഫിലിക്കാണ്. അത് ജീവിതത്തെ അഭിവാദ്യം ചെയ്യലാണ്, ആശ്ലേഷിക്കലാണ്, ജീവിത മൂല്യങ്ങളെ ആകാശത്തോളം ഉയർത്തിപ്പിടിക്കലാണ്, കൊള്ളരുതായ്മകളെ ഇല്ലാതാക്കലാണ്. എന്നാൽ അതിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ് നെക്രോഫിലിക് എന്ന് പറയുന്നത്. അത് ജീവിതത്തെ ഇല്ലാതാക്കലാണ്, മൂല്യങ്ങളെ ചവിട്ടിത്തേക്കലാണ്. ഹെഡ്ഗേവാർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, അവർ കുട്ടികളായിരുന്ന കാലത്ത് കളിച്ച ഒരു കളിയെപ്പറ്റി. ആ കളി എന്ന് പറയുന്നത് ചെടികളുടെ തളിരുകൾ കളിവാളുകൊണ്ട് വെട്ടുന്നൊരു കളിയാണ്. ആ കളിയെ വേണമെങ്കിൽ നമുക്ക് ഒരു കളി മാത്രമായി കാണാം. പക്ഷേ ചെടിയുടെ തളിർച്ചില്ലകൾ അവർ വെട്ടിയത് മുഗളന്മാരുടെ തലയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ്. അത് വെറും കളിയല്ല. ഹെഡ്ഗേവാർ ഇന്ത്യൻ ഫാസിസത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ രൂപപ്പെടുത്തിയവരിൽ വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യൻ ഫാസിസം എന്നും ആദരിക്കുന്ന അതിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഹെഡ്ഗേവാർ. അദ്ദേഹം ഉപയോഗിച്ച ആ പ്രയോഗം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നിന്നാണ് ഞാൻ ഈ വാക്കുകൾ എടുക്കുന്നത്. അന്ന് കളിച്ചൊരു കളി. രണ്ടാമത്തെ കളിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അത് കോട്ട പൊളിക്കുന്ന കളിയാണ്, സാങ്കല്പികമായിട്ടാണ്. അപ്പം ചില പരുക്കുകളൊക്കെ പറ്റും. ആ പരുക്കൊക്കെ അഭിമാനമായിട്ടാണ് ഞങ്ങൾ അന്ന് കരുതിയിരുന്നത് എന്ന് പറഞ്ഞാൽ, നെക്രോഫിലിക് എന്ന് പറയുമ്പോൾ എറിക് ഫ്രോം അതിന് നൽകുന്ന ഉദാഹരണവും ഈ കാലത്ത് നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. എറിക് ഫ്രോം ഹിറ്റ്ലറെ അപഗ്രഥിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ, താൽപ്പര്യങ്ങൾ, അഭിരുചികൾ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഹിറ്റ്ലർ 1920-കളിൽ ഇംഗ്ലണ്ട് സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ആദ്യം കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചത്, അവസാനമായും കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചത് തേംസ് അല്ല, കേംബ്രിഡ്ജ് അല്ല, ഓക്സ്ഫോർഡ് അല്ല, ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന മ്യൂസിയങ്ങളല്ല, മറിച്ച് ഒരേ ഒരു സ്ഥലം, വധശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലം. വധശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലം മറ്റ് സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ഥലം എന്ന അർത്ഥത്തിൽ ഒരാൾ കാണുന്നതും അനിവാര്യമായും കണ്ടിരിക്കേണ്ട നിരവധി സ്ഥലങ്ങൾ ഉണ്ടായിരിക്കെ അതൊന്നും കാണാതെ വധശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലം മാത്രം കാണുന്നതും തമ്മിൽ അടിസ്ഥാനപരമായ അന്തരമുണ്ട്. അതൊരു നെക്രോഫിലിക് മാനസികാവസ്ഥയാണ്. മറ്റൊരു സന്ദർഭത്തിൽ ഹിറ്റ്ലറുടെ ഒരു അമ്മൂമ്മ, തടിച്ചിയായ ഒരു അമ്മൂമ്മ, ഞാൻ ബ്രാക്കറ്റിൽ പറയുന്നു, ഞാൻ ബോഡി ഷെയിം ഉദ്ദേശിച്ചിട്ടില്ല, മറിച്ച് ഈ ഉദാഹരണത്തിൽ പറയുന്നത് ആ അമ്മൂമ്മയുടെ പ്രകൃതം പറയുമ്പോൾ അവർ വലിയൊരു ശരീരമുള്ള ഒരു സ്ത്രീയായിരുന്നു എന്നാണ്. അവർ മരിച്ചു കിടക്കുകയാണ്. ഹിറ്റ്ലർ അവിടേക്ക് വരുന്നു. എന്നിട്ട് ദുഃഖിച്ചു നിൽക്കുന്ന, നിശബ്ദരായി നിൽക്കുന്ന മനുഷ്യരെ മുഴുവൻ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് അയാൾ ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുകയാണ്. ആളുകളെല്ലാം വല്ലാത്തൊരവസ്ഥയിലായി. എന്നിട്ട് ഇയാൾ പറയാണ്, ഈ അമ്മൂമ്മയുടെ ശരീരം ചെറിയ തുണ്ടുകളാക്കിയിട്ട്, കൊത്തി നുറുക്കി ചെറിയ തുണ്ടുകളാക്കി ചൂണ്ടലിലിട്ട് കായലിലിട്ടാൽ എത്ര മീൻ പിടിക്കാൻ പറ്റും? എന്നിട്ട് വീണ്ടും ചിരിക്കുകയാണ്. ഇതൊരു തരത്തിലുള്ള നെക്രോഫിലിക് ചിരിയാണ്. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഇന്ന് ഇന്ത്യയിലെ പല ഫാസിസ്റ്റുകളും ഇത്തരം നെക്രോഫിലിക് ചിരിയാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശസ്ത പത്രപ്രവർത്തകനായ വെങ്കടേഷ് രാമകൃഷ്ണൻ ഒരാശ്രമത്തിലേക്ക് കടന്നു ചെന്ന അനുഭവം വിവരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ രണ്ടുപേർ നമ്മുടെ നാട്ടിൽ പറയുന്ന ആടും പുലിയും കളിക്കുകയാണ്. അപ്പോൾ ആ സ്വാമിജി വെങ്കടേഷ് രാമകൃഷ്ണനോട് പറഞ്ഞു അത്രേ, കളിയിൽ ആട് ജയിക്കും. എന്നിട്ട് അദ്ദേഹം ചിരിച്ചു അത്രേ. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത്തരത്തിലുള്ള ചിരികളിൽ, പലരുടെയും പ്രസ്താവനകളിൽ ഒക്കെ ഈ നെക്രോഫിലിക് അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഗുജറാത്ത് വംശഹത്യയുടെ കാലത്ത്
അബ്ദുൾ മജീദിനോട് അയൽക്കാരനായ ഫാസിസ്റ്റ് ഭീകരൻ ജയ് ഭവാനി ഭായ് എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ ആ വിളി മാത്രമല്ല, 2002 കഴിഞ്ഞു, നിരവധി വർഷങ്ങൾ പിന്നിട്ടു. നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടെങ്കിൽ, മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, തെരുവിലെ പ്രഭാഷണങ്ങൾ, ചുമരിലെ പോസ്റ്ററുകൾ, ദൈനംദിന ജീവിതത്തിൽ സൗഹൃദങ്ങളിൽ പോലും കടന്നു വരുന്ന സംഭാഷണങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, എന്തിനധികം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പരാമർശിച്ച നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യയുടെ അഭിമാനമായ കേണൽ ഖുറൈഷി, അവർ പറയുന്നു ഞാനൊരു മുസൽമാനാണ്, പക്ഷേ ഭീകരവാദിയല്ല. ചിലരൊക്കെ അതിന് കയ്യടിക്കുകയാണ്. പക്ഷേ കയ്യടിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല അങ്ങനെ പറയേണ്ടി വരുന്നൊരവസ്ഥ. വിവിധ മതത്തിൽപ്പെട്ടവർ, ഒരു മതത്തിലും പെടാത്തവർ, വിവിധ പാർട്ടിയിൽപ്പെട്ടവർ, ഒരു പാർട്ടിയിലും പെടാത്തവർ, അങ്ങനെ എത്രയെത്രയോ വൈവിധ്യങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യയുടെ വിസ്മയമാണ് ഈ വൈവിധ്യം. അതിലാർക്കും ഇങ്ങനെ പറയേണ്ടി വരുന്നില്ല. ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു ഉദാഹരണം കൊടുത്തിരുന്നു. ആ ഉദാഹരണം ഇതാണ്: കറുത്തിട്ടാണെങ്കിലും കള്ളനല്ല, പെണ്ണാണെങ്കിലും വിവരമുണ്ട്, മുസ്ലിം ആണെങ്കിലും ദേശീയവാദിയാണ്, ദേശീയ മുസ്ലിം. ഇതിലൊക്കെ പതിയിരിക്കുന്ന അപകടം അപഗ്രഥിക്കപ്പെടാതെ പോവുകയാണ്. ഒരു കുറ്റവും ചെയ്യാത്ത ആളെ ആദ്യം കുറ്റവാളിയാക്കുക, എന്നിട്ട് മുകളിൽ കയറി നിന്ന് അവരെ മോചിപ്പിക്കുക, രക്ഷാകർതൃത്വം. നമ്മുടെ ഭാഷയിൽ തന്നെ അലിഞ്ഞു ചേർന്ന അപരവിദ്വേഷത്തിൻ്റെ കറ കഴുകിക്കളയാതെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് മുന്നോട്ട് പോവുക പ്രയാസകരമായിരിക്കും. ജാതിമേൽക്കോയ്മ അത്രമേൽ കളങ്കം നമ്മുടെ ഭാഷയിൽ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ നല്ല പോലെ കുതറണം. അതിനെതിരെയുള്ള നിരന്തരമായ സമരം രൂപപ്പെടുത്തണം. KG അനിൽകുമാറിൻ്റെ വെളിവും തെളിവും എന്നാണെന്ന് തോന്നുന്നു ആ കവിതയുടെ പേര്. അതുകൂടി പറഞ്ഞു ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഒന്നുമില്ല, ആ കവിത നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആ കവിത വായിക്കാത്തവർക്ക് പോലും ആ കവിത അറിയും. അതിൻ്റെ കാരണം അതൊരു പോസ്റ്റർ കവിതയാണ്. പോസ്റ്റർ കവിതയുടെ പ്രത്യേകത, അതിലാർക്കും എന്തും എഴുതാം. അതിലെഴുതിയത് ചിലത് വിട്ടാലും അതിലേക്ക് ചിലത് ചേർത്താലും ആ കവിതയുടെ ഉള്ളടക്കം അതുപോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടത് കവിതയുടെ ഒരു ജനകീയ രൂപമാണ്. ആധുനിക കാലം വികസിപ്പിച്ചെടുത്ത കവിതയുടെ ഒരു ജനകീയ രൂപമാണ്. അതിൽ പറയുന്നത്, നിരപരാധിയായ സൊഹ്റാബുദ്ദീൻ കൊല ചെയ്യപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊല ചെയ്യപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൊല ചെയ്യപ്പെട്ടു, അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ കേസിൽ വാദം കേൾക്കാനിരുന്ന ജഡ്ജ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. എന്നിട്ടും പറയുന്നു തെളിവുകൾ ഇവിടെ ഇല്ല, നമ്മളൊന്നും മിണ്ടില്ല, അവർ നമ്മളെ തേടിയെത്തുന്നത് വരെ. പാസ്റ്റർ നിമോലയുടെ വളരെ പ്രസിദ്ധമായ ക്ലാസിക്കൽ ഫാസിസ്റ്റ് കാലത്തെ കവിതയുടെ ഒരു അനുരണനമുണ്ട്. പക്ഷേ വളരെ കൃത്യമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നത്, അധികാരമാണ് ആത്യന്തികമായിട്ട് എല്ലാം തീരുമാനിക്കുന്നത്. മേൽക്കോയ്മ അധികാരം. ആ മേൽക്കോയ്മ അധികാരത്തിനെതിരെയുള്ള ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ്, ആ ചെറുത്തുനിൽപ്പാണ് ജനായത്തത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അനാഥമായി പോവുകയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഗുജറാത്ത് ഉൾപ്പെടെ ഇന്ന് അവിടെ ജീവിക്കുന്ന ജനത. നിരവധി പേർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, പരിക്കേറ്റിട്ടുണ്ട്. എന്നിട്ടും അവർ പൊരുതി നിൽക്കുന്നു. ആ പോരാട്ടത്തിൽ നിന്നാണ് ആധുനിക കാലം പ്രതീക്ഷയുടെ ഊർജം കണ്ടെടുക്കേണ്ടത്
എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള വിയോജിപ്പുകൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും സൗഹൃദത്തിൻ്റെ ഒരു വലിയ ലോകം സൃഷ്ടിക്കാൻ, ആ ലോകം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വംശഹത്യകളെക്കുറിച്ചും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധതകളെക്കുറിച്ചും നിരന്തരം നമ്മൾ സംസാരിക്കാതിരുന്നാൽ, എഴുതാതിരുന്നാൽ, വരയ്ക്കാതിരുന്നാൽ വംശഹത്യകൾ അതിൽ നിന്നും വളം സ്വീകരിക്കും. ഒരു ജനതയുടെ മൗനത്തിൻ്റെ മുകളിലാണ്, ഒരു ജനതയുടെ മറവിയുടെ മുകളിലാണ് ഞാനൊന്നും കണ്ടില്ല, ഞാനൊന്നും കേട്ടില്ല, ഞാൻ ഈ നാട്ടുകാരെയല്ല എന്നൊരു ജനതയുടെ നിസ്സഹായതയിൽ നിന്നാണ്, നിസ്സംഗതയിൽ നിന്നാണ് എല്ലാ ഭീകരതകളും വെള്ളവും വളവും സംഭരിച്ച് ശക്തി നേടുന്നത്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് മുതൽ, ഇതിനു മുമ്പുള്ള എപ്പിസോഡ് മുതൽ നമ്മളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന മതനിരപേക്ഷ ജനായത്ത മാനവിക പ്രവർത്തനങ്ങൾ മുഴുവൻ വംശഹത്യകൾ ആവർത്തിക്കാതിരിക്കാനുള്ള, ഭീകരതകൾ ആവർത്തിക്കാതിരിക്കാനുള്ള, മുൻവിധികൾ, ജനായത്ത മൂല്യങ്ങളെ മറച്ചിടാതിരിക്കാനുള്ള ഒരു വലിയ സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സംവാദത്തിൻ്റെ ഭാഗമാണ് എന്ന അഗാധമായി ഓരോരുത്തരും ആഴത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് കേൾക്കുന്ന, ഇപ്പോഴല്ലെങ്കിലും എപ്പോഴെങ്കിലും കേൾക്കുമെന്ന് കരുതുന്ന എല്ലാ മനുഷ്യരെയും, ഇതിനോട് യോജിക്കുന്നവരെയും വിയോജിക്കുന്നവരെയും, ഒരു സംവാദം അനിവാര്യമായി ഉയർന്നു വരികയാണെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ വളരെ സംക്ഷിപ്തമായി അതിനോട് പ്രതികരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.